നമസ്കാരം. സിഗ്നേച്ചർ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ ചെയ്യുന്ന മനോഹരമായ ഒരു 4 BHK വീട്, അതും താഴെ 2 ബെഡ്റൂമുകളുള്ള ഒരു മനോഹരമായ ഈ പുറകിൽ കാണുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്നും 4 കിലോമീറ്റർ മാത്രം മാറി കാവിൻപുറം എന്ന് പറയുന്ന ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് 2200 സ്ക്വയർ ഫീറ്റ് 5 സെൻറ്റിലാണ് പണിയെഴുപ്പിച്ചിട്ടുള്ളത്. താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂമുകളായിട്ടാണ് പണിയെഴുപ്പിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് 85 ലക്ഷം രൂപ മാത്രമാണ്. ഇന്ന് നമുക്ക് ഈ വീട് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. ഈ വീട്ടിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് 5 മീറ്റർ റോഡ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ എൻട്രൻസ്. മനോഹരമായ ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു സൈഡ് ഓപ്പൺ ഗേറ്റും ഈ വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മനോഹരമായി ഇൻ്റർലോക്ക് ഇട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ നൽകി ബ്യൂട്ടിഫുള്ളായി ചെയ്ത ഒരു മുറ്റമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കാണുന്ന പോലെ തന്നെ ഇൻബിൽറ്റായിട്ടൊരു കാർ പാർക്കിംഗ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു കാറ് ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ വിശാലമായ ഈ മുറ്റത്ത് മറ്റൊരു വലിയ കാറും കൂടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. തികച്ചും പ്രകാരം മോഡേൺ കണ്ടംപററിയായി വടക്ക് ദർശനത്തിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിഴക്ക് ദർശനത്തിൽ വാതിലും ആ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് നേരെ എൻട്രൻസിലായിട്ട് ഇവിടെ നിന്നും, കൂടാതെ കിഴക്ക് ദർശനത്തിൽ ഡോർ വച്ചിരിക്കുന്നതിന് നമുക്ക് ഈ ഭാഗത്തുകൂടെയും അകത്ത് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഇവിടുത്തെ മെയിൻ തടികളെല്ലാം തന്നെ പ്ലാവും ആഞ്ഞിലിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഡോറിന് മനോഹരമായ ഒരു പ്ലാവിൻ്റെ ഡോറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഡോറ് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ വളരെ വിശാലമായ ഒരു ലിവിങ് കം ഡൈനിങ് ഏരിയ ആയിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇൻറ്റീരിയറെല്ലാം തന്നെ നമുക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. വളരെ ബ്യൂട്ടിഫുള്ളായി ക്രമീകരിച്ച ഒരു TV യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. എത്ര വലിയ TVയും നമുക്കിവിടെ മൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ജനലുകൾക്കെല്ലാം തന്നെ മനോഹരമായ ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയറിൻ്റെ വർക്കിനോടൊപ്പം തന്നെ ഒരു BLDC ഫാന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. V-ഗാർഡിൻ്റെ തന്നെ സ്വിച്ചും V-ഗാർഡിൻ്റെ തന്നെ DBയും ELCB MCB ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗം ഡൈനിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കൂടാതെ ഒരു കോർണറിലായിട്ട് ഒരു സൈഡിലായിട്ട് നമുക്ക് ക്രമീകരിച്ച ഒരു ടേബിൾ ടോപ്പ് വാഷ് ഏരിയ ഇവിടെ നൽകിയിട്ടുണ്ട്. മനോഹരമായ ഒരു റൗണ്ട് ഷേപ്പ് ഗ്ലാസും ടവൽ ക്ലാമ്പും എല്ലാം ഉൾപ്പെടുത്തി നിർമ്മിച്ച ഒരു സൗകര്യപ്രദമായ രീതിയിൽ ക്രമീകരിച്ച ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഈ വീടിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ബെഡ്റൂമാണിത്. സ്പേഷ്യസ് ആയ റൂം തന്നെയാണ്. ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുന്ന ഒരു കബോർഡ്സ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ജനലിൽ തന്നെ ബ്ലൈൻഡ്സ് നൽകിയിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ അറ്റാച്ചായി തന്നെയാണ് ഈ റൂമും ക്രമീകരിച്ചിട്ടുള്ളത്. ഹോൾ സീലിങ്ങും പ്രൊഫൈൽസും ഒക്കെ കൊണ്ട് ക്രമീകരിച്ച രണ്ടാമത്തെ റൂമാണിത്. ഇത് നമുക്ക് ബെഡ്റൂമായും സ്റ്റഡി റൂമായും കൺവെർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അറ്റാച്ചായി ക്രമീകരിച്ച ബെഡ്റൂമായിട്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള രണ്ടാമത്തെ റൂമാണിത്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വീടിൻ്റെ കിച്ചനാണ്. മനോഹരമായ ഒരു ഗ്രീൻ കളർ പാറ്റേണാണ് നമ്മൾ ഈ കിച്ചൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഒരു വൈറ്റിൻ്റെ ടോപ്പാണ് ഇവിടെ ഗ്രാനൈറ്റായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. കൂടാതെ മനോഹരമായ രീതിയിൽ ക്രമീകരിച്ച സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാം. അലുമിനിയത്തിൻ്റെ വർക്കാണ് ഈ വീടിന് നമ്മൾ കബോർഡ്സിനെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ കാഫിൻ്റെ ഒരു ചിമ്മിനി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻബിൽറ്റായി തന്നെ നമുക്കൊരു വർക്ക് ഏരിയയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചൺ തയ്യാറാക്കിയിട്ടുള്ളത്. സ്റ്റെയർ കേസ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെക്സ്ചറിൻ്റെ മനോഹരമായ ഒരു വർക്ക് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വെളിച്ചത്തിനായിട്ട് നമുക്ക് ഒരു ഫർഗോളയും ഈ സ്റ്റെയർ കേസിൻ്റെ മുകളിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലും സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ ഇൻറ്റീരിയർ എല്ലാം തന്നെ ക്രമീകരിച്ച ഒരു ലിവിങ് ഏരിയ ആയിട്ടാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. മനോഹരമായ ടെക്സ്ചർ വർക്ക് ഈ ഒരു ചുവരിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് താഴെ ഉൾപ്പെടുത്തിയിട്ടുള്ളതുപോലെ മനോഹരമായ LED TV മൗണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു TV യൂണിറ്റും വയ്ക്കാനായിട്ടുള്ള ഒരു TV യൂണിറ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയും 2 ബെഡ്റൂമുകളാണ് വരുന്നത്. കൂടാതെ ഒരു ഓപ്പൺ ബാൽക്കണിയും
ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ബെഡ്റൂം ഈ കാണുന്ന സ്പേഷ്യസ് ആയ റൂമാണ്. ഇവിടെ നമുക്ക് ഒരു ഡ്രസ്സിംഗ് ടേബിളും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു കബോർഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറ്റാച്ചായി തന്നെ ക്രമീകരിച്ച വളരെ സ്പേഷ്യസ് ആയ ഒരു റൂമായിട്ട് തന്നെയാണ് ഈ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. സ്പേഷ്യസ് ആയ രീതിയിൽ ക്രമീകരിച്ച റൂം തന്നെയാണ്. ഇവിടെ നമുക്ക് കാണുന്ന പോലെ മനോഹരമായ ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ലൈറ്റും ഒരു ഹാർഡും കളറായിട്ടാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ക്രമീകരിച്ചിട്ടുള്ളത്. അറ്റാച്ചായി തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 3 ഡോറിൻ്റെ കബോർഡും ഈ റൂമിൽ മനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. തികച്ചും കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു മോഡേൺ കണ്ടംപററി ആയിട്ടാണ് പണി കഴിപ്പിച്ചിരുന്നത്. ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഈ വീട് വരെയുള്ള റോഡിൽ നിന്ന്, മെയിൻ റോഡിൽ നിന്നുള്ളൊരു ദൂരം. വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. ഏകദേശം 5 സെൻറ്റ് ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4, അതായത് താഴെ 2 മുകളിൽ 2 ബെഡ്റൂം ഉൾപ്പെടെയാണ്, അതും അറ്റാച്ചായി ക്രമീകരിച്ച 4 ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 85 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളായ ഒരു റേറ്റ് തന്നെയാണ്. ഈ വീട് വാങ്ങുവാനോ കാണുവാനോ താല്പര്യപ്പെടുന്നവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.